നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസവാർത്ത. 2 മാസത്തിലെ പെൻഷൻ തുകയിലെ ബാക്കി തുക കൂടി അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം 1-2 മാസത്തിലെ പെൻഷൻ തുക കൂടി അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞതിന് പിന്നാലെയാണ് കുടിശ്ശിക തുകയിലെ ലഭ്യമാകാതിരുന്ന 2 മാസത്തിലെ വിഹിതം കൂടി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയത്. കൂടാതെ സംസ്ഥാനത്ത് ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. നിലവിൽ ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ പെൻഷൻ തുകയിൽ 7 ലക്ഷത്തോളം പേർക്കുള്ള കേന്ദ്ര വിഹിതത്തിന്റെ വിതരണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി കടപ്പത്രങ്ങളിലൂടെ വീണ്ടും കടമെടുക്കാനൊരുങ്ങുകയാണ് കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങൾ. റിസർവ് ബാങ്കിന്റെ ഇക്കുബർ പോർട്ടൽ വഴി കേരളം കടമെടുക്കും. 2000 കോടി രൂപയാണ് കടമെടുക്കുക. നടപ്പ് വർഷത്തിലെ കേരളത്തിന്റെ ആദ്യ കടമെടുപ്പ് ഈ മാസം 23-നായിരുന്നു. 1000 കോടി രൂപയാണ് അന്ന് കടമെടുത്തത്. രണ്ടാം തവണയായി ഈ മാസം 30-ന് 2000 കോടി രൂപ കൂടി കടമെടുക്കും. ഇതോടെ കേന്ദ്രം അനുവദിച്ച താൽക്കാലിക കടമെടുപ്പ് പരിധി എന്ന 3000 കോടി രൂപ അവസാനിക്കും. 26 വർഷത്തെ കാലാവധിയാണ് കേരളം ഇറക്കുന്ന കടപ്പത്രങ്ങൾക്കുള്ളത്. ഇതുകൂടാതെയാണ് 9.1% പലിശ നിരക്കിൽ സംസ്ഥാനം സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴി ഫണ്ട് രൂപീകരിക്കുന്നത്. മെയ് മാസം ആദ്യ വാരത്തോടുകൂടി പുതിയ പെൻഷൻ വിതരണം ആരംഭിക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുക എത്തിച്ചേരുക. 2023-ലെ മസ്റ്ററിംഗ് ഇനി പൂർത്തിയാക്കാനുള്ളവർക്ക് ഇന്നു മുതൽ 20 വരെയുള്ള തീയതികൾക്കുള്ളിൽ അക്ഷയ സെന്റർ മുഖേന പൂർത്തിയാക്കാവുന്നതാണ്. വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.